ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുവാനായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ. കേവലം 1 MB മാത്രമുള്ള സർഗം കിച്ചണിൻ്റെ ഫ്രീ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പുതിയ പാചക വീഡിയോകൾ കണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കൂ. എൻ്റെ വീട്ടിലെ സിങ്കാണിത്. അത് ഒരാഴ്ചയോളം ഞാൻ മാറി നിന്നപ്പോൾ തീരെ ഉപയോഗമില്ലാണ്ടായിപ്പോൾ ആകെ അഴുക്ക് പോലെയായിട്ടുണ്ട്. അഴുക്ക് തന്നെ കണ്ടറിയാം നമുക്ക് ഒരാഴ്ചത്തെ ഒരു ക്ലീനിങ് കുറവാണ് ഈ കാണുന്നത്. ഡെയിലി നമ്മൾ ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ നമുക്കൊരു ഡിഷ് വാഷ്, ഏതെങ്കിലും ഡിഷ് വാഷും പിന്നെ ജസ്റ്റ് സ്പോഞ്ചിൻ്റെ ഒരു സ്ക്രബ്ബറും മതി. അപ്പോൾ നമുക്കത് ഡെയിലി ആയിട്ട് വൃത്തിയാക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് ക്ലീൻ ചെയ്യുമ്പോൾ ഡീപ്പ് ക്ലീനിങ്ങാണ് ചെയ്യണേന്ന് വെച്ചാൽ നമ്മൾ എടുക്കേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ, പിന്നെ നമ്മൾ എടുക്കേണ്ടത് വിനാഗിരി. വിനാഗിരിക്ക് പകരം നമുക്ക് ചെറുനാരങ്ങ യൂസ് ചെയ്യാം. നല്ല റിസൾട്ട് കിട്ടാൻ വിനാഗിരി എടുത്താലാണ് കിട്ടുക. ആദ്യം ഒരു വലിയ ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ട് നമുക്ക് എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങനെ ഇടാം. അഴുക്കുള്ള ഭാഗത്ത് നമുക്ക് ഇത്തിരി അധികം ഒഴിക്കും ഇടാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒന്ന് തെളിച്ചു കൊടുക്കും. അപ്പം ഇങ്ങനെ പതഞ്ഞ് വരും. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമ്മളിങ്ങനെ സിങ്ക് ഇങ്ങനെ കിടക്കണം. അപ്പോൾ അപ്പോഴാണ് ഇതിൻ്റെ ആക്ഷൻ കറക്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ഉരച്ച് കഴുകാം. അപ്പം നല്ല പുതിയതുപോലെ നല്ല ക്ലീൻ ആയിട്ടിരിക്കും. നമുക്ക് അതിശയം വരും കണ്ടു കഴിഞ്ഞാൽ തന്നെ. നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ സ്റ്റീൽ സ്ക്രബ്ബർ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതിൽ കോറിൽ വീഴും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം. ഇങ്ങനെ സ്പോഞ്ച് പോലത്തെ എന്തായാലും കുഴപ്പമില്ല. ഇങ്ങനത്തെ സ്പോഞ്ചും ഇങ്ങനത്തെയോ സ്ക്രബ്ബർ വേണം ഉപയോഗിക്കാനായിട്ട്. ഇപ്പം നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതെല്ലാ ഭാഗത്തേക്കും ഒന്ന് ഒരിച്ചിങ്ങനെ ആക്കാം. ചില ഭാഗമൊന്നും ആയില്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഇതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് പോകാനായിട്ട് ഇത് എല്ലാ ഭാഗമൊക്കെ ഒന്ന് നമുക്ക് ഉരച്ചിട്ടാക്കാം. അതുകൊണ്ട് തന്നെ ആക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആവും. കുറച്ച് അഴുക്ക് പൊക്കോളൂ. കണ്ടില്ല, ഇവിടെയൊക്കെ നല്ലോണം അഴുക്കുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ ഉപയോഗിക്കാണ്ട് 2 ആഴ്ചയായിട്ടുണ്ട് ഇങ്ങനെ കിടക്കണു. ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല കാരണം. അപ്പോൾ ഇതൊക്കെ ബ്രഷ് കൊണ്ട് തന്നെ ആകെ നല്ല ക്ലീൻ ചെയ്യാം. നമ്മുടെ ഇടയിലുള്ള എല്ലാ അഴുക്കുള്ളതൊക്കെ നമ്മുടെ ഈ സിങ്കിലത്തെ പോയിണ്ടാവും. അതിന് ശേഷം നമുക്ക് സ്പോഞ്ച് കൊണ്ട് ഒന്നും കൂടി ഒന്ന് ഉരയ്ക്കാം. എല്ലായിടത്തും ഇങ്ങനെ കിടക്കണം, എല്ലാ അഴുക്ക് നിൽക്കണ്ടെങ്കിൽ. അപ്പോൾ ബേക്കിംഗ് സോഡ വിനാഗിരി മാത്രം മതി, നല്ല ക്ലീനാവും. ഇതിൻ്റെ ഇടയിലത്തെ അഴുക്ക് വല്ലതും തടഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മാറ്റണം. എന്നിട്ട് ആക്കി ഇത്തിരി പഴയ സിങ്കുകൾ കുറച്ച് കാലം പഴക്കമുള്ള ഒരു വീടിന് ഒരു 10-15 കൊല്ലമായുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് സിങ്ക് ഇത്തിരി നല്ലോണം ഉപയോഗിച്ചുള്ളതാണ്, പുതിയതല്ല. അത് കാരണം അതിൻ്റേതായ ഒരു കളറിൻ്റെ വേരിയേഷൻ ഉണ്ട്. പക്ഷെ നമ്മളിതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സിങ്ക് നല്ല ക്ലീനാവും. ഉള്ള സിങ്കിലത്തെ അഴുക്കൊക്കെ പോയി നല്ല ഫ്രഷായി കിട്ടും. കണ്ടില്ല, ഇപ്പം നമ്മുടെ സിങ്ക് നല്ല ക്ലിയറായി, നല്ല ക്ലീനായിട്ടുണ്ട്. നമ്മളിങ്ങനെ സിങ്കിൽ എങ്ങാനും ഇതിങ്ങനെ കുറച്ച് കാലം ഇങ്ങനെ അടച്ചിട്ട കാരണം ചിലപ്പോൾ സിങ്കിൻ്റെ ഉള്ളിൽ ബ്ലോക്ക് ഉണ്ടാവും. 2 ആഴ്ച കഴിഞ്ഞിട്ട് വല്ല എന്താ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതും കൂടി നമുക്കിപ്പോൾ ക്ലീൻ ചെയ്യാം. ഇപ്പോൾ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് സിങ്ക് ക്ലീൻ ചെയ്ത് ഇനി നമുക്ക് അതിൻ്റേതായ ബ്ലോക്ക് മാറാനുള്ള ക്ലീനിങ്ങും കൂടി ഇതോടുകൂടി ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത് നല്ലൊരു ചൂടുള്ള വെള്ളം എടുക്കണം. ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് എടുത്തിട്ട് ഇട്ടിട്ട് ആ ചൂടുവെള്ളം കൂടി ഒഴിക്കണം. അപ്പോൾ അത് എല്ലാ അണുക്കളൊക്കെ പോയി നല്ല ക്ലിയർ ആവും ചെയ്യും. ഉള്ള ബ്ലോക്കൊക്കെ 2 കപ്പോളം വെള്ളം നല്ലോണം തിളച്ചിട്ട് നമുക്ക് പൊടിപ്പും കൂടി എടുത്ത് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളമാണ്. ഇനി നമുക്ക് ഒരു സ്പൂണോളം ഉപ്പ് ഈ സിങ്കിൻ്റെ ഇവിടെ ഇടും. അപ്പോൾ എന്നിട്ട് നമുക്ക് ഈ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോകും.
നമ്മുടെ കിച്ചണിൽ നിന്ന് പണിയൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ തുടച്ചിടാം. പിന്നെ ഒന്ന് തുടച്ചെടുക്കും. അപ്പോൾ നമ്മളെല്ലാം കിച്ചണിൽ നിന്ന് പണി കഴിഞ്ഞ് നമുക്കിങ്ങനെ ഈ ഭാഗം ഒന്ന് ഇങ്ങനെ തുടച്ചെടുത്താൽ ക്ലീൻ ആവും ചെയ്യും. ഈ ഭാഗം ഇങ്ങനെ ക്ലീൻ ആവും. ജസ്റ്റ് ഒന്ന് തുടച്ചിടും. പിന്നെ നമുക്ക് കിച്ചണിൽ ഒരു പണിയില്ല, ക്ലീൻ ചെയ്തു. അപ്പം പിന്നെ അതുപോലെ തന്നെ നമ്മൾ സിങ്കിൻ്റെ ഉള്ളിലെ ബ്ലോക്ക് മാറാൻ വേണ്ടി ചൂടുള്ള വെള്ളം ഉപ്പും കൂടി ഒഴിച്ചു. അപ്പം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. മൊത്തത്തിൽ സിങ്കും പൈപ്പിലത്തെ അഴുക്കും എല്ലാം പോയി നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.